ഇതുപോലെയുള്ള കേക്കുകൾ ബേക്ക് ചെയ്തെടുക്കുന്ന ഡെക്കോവനാണിത്. ഇത് നമ്മുടെ ക്രീം ബീറ്റ് ചെയ്യുന്ന മെഷീനാണ്, ടേബിൾ ടോപ്പ് മെഷീൻ എന്ന് പറയും. ബേക്കറി പ്രോഡക്ട്സ് ഉണ്ടാക്കാനുള്ള ബ്രെഡ്, കേക്ക്, പപ്സ് ബേക്ക് ചെയ്യണ എല്ലാ എക്യുപ്മെന്റ്സും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതിങ്ങനെ പീക്കായിട്ട് നിൽക്കണം, അതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ചെറിയൊരു ബേക്കറിക്കാണെങ്കിൽ മിനിമം ഇതെങ്കിലും വേണം. കേരളത്തിലുള്ള ഒരു 99% ബേക്കറീസുകാർ ഉപയോഗിക്കുന്ന മെഷീൻ ഇതാണ്. ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ടൈപ്പ് ബീറ്റർ ആയിരിക്കും ഉപയോഗിക്കുക, അതായത് ഫ്ലാറ്റ് ബീറ്ററാണ് ഉപയോഗിക്കുക. നമ്മൾ കേക്കൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലത്തുള്ള സംഭവമായിരിക്കും ഉപയോഗിക്കുക. ഇത് മൈദ കുഴയ്ക്കാനുള്ള മെഷീൻ, ഹൈ സ്പീഡ് മെഷീനാണ്. 100 കിലോ പൊടിയിട്ട് കുഴയ്ക്കണം. ഇത് ബ്രെഡ് കമ്പനിക്കാർ കൊണ്ടുപോകുന്ന മെഷീനാണിത്. ഇത് നമ്മുടെ റിച്ച് ക്യാരറ്റ് കേക്ക്, ഇത് ബ്രിട്ടീഷ് കേക്ക്. ഗ്രീൻ മാംഗോ കസിൻസ് ഇപ്പോൾ ഉള്ളത് ആലുവ കുന്നമ്പുറത്താണ്. ഇവിടെ സഹ്യ ട്രേഡിംഗ് കമ്പനിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അത് എനിക്ക് ചുറ്റിലും ഒരുപാട് മെഷീനറി നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ സാധാരണ ബേക്കറിയിലൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് പലഹാരങ്ങൾ നമ്മൾ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. ഈ പപ്സും കേക്കും അതുപോലെ പിസയൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിക്കാറുണ്ട്. അപ്പോൾ ആ പിസയും പപ്സും കേക്കൊക്കെ ഉണ്ടാക്കുന്ന മെഷീനാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പുതുതായിട്ട് ഏതെങ്കിലും ഹോട്ടലോ ബേക്കറിയോ ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടിരുന്ന് കാണണം. നമ്മുടെ കൂടെ ഇവിടുത്തെ മെയിൻ ഷെഫായ ഷാജി തോമസ് ചേട്ടനുണ്ട്. അപ്പോൾ ചേട്ടനോട് ചോദിക്കാം, ബേക്കറി ഐറ്റംസ് ഉണ്ടാക്കുന്നതിൻ്റെ മെഷീൻസിൻ്റെ വർക്കിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് ചേട്ടനോട് ചോദിക്കാം. ഇത് നമ്മുടെ ക്രീം ബീറ്റ് ചെയ്യുന്ന മെഷീനാണ്, ടേബിൾ ടോപ്പ് മെഷീൻ എന്ന് പറയും. ഇതിൽ 2 ലിറ്റർ ക്രീം നമുക്ക് സുഖമായിട്ട് അടിച്ചെടുക്കാം. അതായത് നമ്മൾ കേക്കിന് വേണ്ടിയുള്ള ക്രീം, കേക്കിന് വേണ്ടിയുള്ള പേസ്ട്രീസൊക്കെ ചെയ്യാനുള്ള ക്രീം ഇതിലാണ് ബീറ്റ് ചെയ്തെടുക്കണേ. വേണ്ട, ഇതിൻ്റെ കൺസിസ്റ്റൻസി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇനി ഇത് എടുത്തിട്ട് ക്രീം അപ്ലൈ ചെയ്യും. ഈ സാധനം പുറത്തേക്ക് എടുക്കാൻ ഇത് കുറച്ചൊന്ന് ഡൗൺ ചെയ്തിട്ട് ഇത് റിലീസാക്കി ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ റിമൂവ് ചെയ്ത് വിളിക്കും. ഉണ്ടോ, ഇതിങ്ങനെ പീക്കായിട്ട് നിൽക്കണം, അതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. മെഷീൻ ഉപയോഗിക്കുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ വിസ്ക്. ഇതിന് വിസ്ക് എന്ന് പറയാം. ഈ വിസ്ക് ഭയങ്കര പ്ലഫി ആയിരിക്കണം. ഇങ്ങനെ സ്റ്റിഫായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളടിക്കുന്ന ക്രീം പ്ലഫി ആയിട്ട് വോളിയം കിട്ടില്ല നമുക്ക്. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, അതിങ്ങനെ പ്രസ് ചെയ്താൽ ഡൗൺ ആവും. ഇതിൽ നമുക്ക് നല്ല സ്പീഡും കൂട്ടാം. മെറിങ്ക് അടിക്കാൻ, ഷൂ പേസ്ട്രി അടിക്കാൻ, ഇനിയിപ്പോൾ ക്രീം അടിക്കാൻ, അങ്ങനത്തെ റോയൽ ഐസിങ് ചെയ്യാൻ, അതിനൊക്കെ നല്ല നല്ല പ്ലഫി ആയിട്ട് നല്ല ഇതായിട്ട് കിട്ടും. അതിനാണ് ഇങ്ങനത്തെ മെഷീൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ കൂടെയുള്ള ഷെഫ് ചില്ലറക്കാരനല്ല, ഇന്ത്യയിൽ തന്നെ 10 ഷെഫിലെ ഒരാളാണ്. അപ്പോൾ ചേട്ടനോട് ചോദിക്കാം, എത്ര വർഷമായി ഷെഫ് ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട്? ഞാൻ ഈ ഫീൽഡിൽ ഇപ്പോൾ 42 കൊല്ലമായി. കർണാടകയിലെ ഏറ്റവും നല്ല കേക്ക് മാസ്റ്റർക്കുള്ള അവാർഡ് ഹിന്ദുസ്ഥാൻ ലിവർ ഒരു കോമ്പറ്റീഷൻ നടത്തി. ഇത് കേക്ക് കോൺടെസ്റ്റ്. അതിൽ ദി കേക്ക് ഡെക്കറേഷൻ്റെ അതിൽ എനിക്കാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു കമ്പനി നടത്തിയത് അതാണ്. അപ്പോൾ അതിൽ എൻ്റെ കേക്കിനാണ് ഫസ്റ്റ് കിട്ടിയത് 2000. പാൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് സർവേ നടത്തി സെലക്ട് ചെയ്തത്. ഞാൻ പോലും അറിഞ്ഞില്ല. എന്നിട്ട് ഈ ബേക്കറിക്കാരുടെ ഒരു വലിയൊരു ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ എക്സിബിഷൻ തന്നെ പറയാം, ഡൽഹിയിൽ നടത്തുന്ന ഒരു ആഹാര എക്സിബിഷൻ ഉണ്ട്. അതിൻ്റെ അകത്താണ് ഇവർ ഡിക്ലെയർ ചെയ്തത്. അതിന് ശേഷമാണ് എന്നോട് വിളിച്ച് പറഞ്ഞത് നിങ്ങളിങ്ങനെ സെലക്ട് ആയിട്ടുണ്ടെന്ന്. എന്തായാലും കൺഗ്രാജുലേഷൻ. ആ സമയത്ത് പറയാൻ പറ്റില്ല. താങ്ക് യു. നമ്മുടെ കൂടെ എനിക്ക് തന്നെ അഭിമാനമാണ്. 10 ഷെഫ്, ഇന്ത്യയിലെ തന്നെ 10 ഷെഫിന്റെ ഒരു കൂടെ നിൽക്കാന്ന് പറഞ്ഞാൽ പ്രത്യേക അഭിമാനമാണ്. ഒരു സെൽഫി എടുത്ത് വെക്കണം. ചോക്ലേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കേക്കുകൾ ചെയ്യാൻ ഇത് ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമാണ്. ഇതും ആ മെഷീനിൽ തന്നെ അടിച്ചെടുത്തതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ചോക്ലേറ്റ് ബ്രൗണി കേക്ക് ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷിംഗ് ആയി. അപ്പോൾ ഷെഫ് ഇതാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക തന്നെ ഒരു കിടിലൻ കേക്ക് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ബേക്കറി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് മേക്ക് ചെയ്യുമ്പോൾ ഇതിന് ഫസ്റ്റ് നമ്മളൊരു മെഷീൻ കണ്ടു. അപ്പോൾ മെഷീനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ വീഡിയോൻ്റെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കാണണം. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ ബേക്കറിക്ക് ഉപയോഗിക്കുന്ന ഒരുപാട് മെഷീനറീസാണ് ഈ ഷോപ്പിനകത്തുള്ളത്. അപ്പോൾ നമ്മുടെ കൂടെ സഹ്യ ട്രേഡിംഗ് കമ്പനിയുടെ ഒരു വൺ ഓഫ് ദ പാർട്ട്ണർ ഗിരീഷേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഗിരീഷേട്ടാ നമസ്കാരം.
അപ്പോൾ എന്തൊക്കെ മെഷീനറീസ് ആണ് ഇവിടെ ഉള്ളത്, എന്തൊക്കെയാണ് പ്രധാനമായിട്ട്? ഞങ്ങൾ മെയിനായിട്ട് സപ്ലൈ ചെയ്യണ ബേക്കറിക്ക് സപ്ലൈ ചെയ്യണ മെഷീനറി, ബേക്കറി പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്ന മെഷീനറീസാണ്. ഓവനുണ്ട്, ഡൗ ഷീറ്ററുണ്ട്, ഡൗ മിക്സറുണ്ട്. ബേക്കറി പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാനുള്ള ബ്രെഡ്, കേക്ക്, പപ്സ്, റസ്ക്, അതേപോലെ ഉള്ള ബേക്കറിക്കുള്ള ബേക്ക് ചെയ്യണ എല്ലാ എക്യുപ്മെൻറ്റ്സും ഞങ്ങളുടെ കയ്യിലുണ്ട്. കേക്കിന് മറ്റേ എഗ് ബീറ്റ് ചെയ്യാനുള്ള മെഷീനുകളാണ് ഇതെല്ലാം. ഡിഫറെൻറ്റ് കപ്പാസിറ്റിയാണ് തന്നെ. ഇതാണ് ഏറ്റവും ചെറിയ കപ്പാസിറ്റി തന്നെ. ഇതാണ് 5 ലിറ്ററിൻ്റെയാണ് ഇത് തന്നെ. അപ്രോക്സിമേറ്റ് 30,000 GST വരും. ഇത് 7 ലിറ്റർ കപ്പാസിറ്റി തന്നെ. 10 ലിറ്ററിൻ്റെ വരും. ഇത് 20 ലിറ്റർ. ഇത് 40 ലിറ്റർ കപ്പാസിറ്റി. ഇതൊക്കെ ഏകദേശം എത്ര റേറ്റ് വരുന്നത്? ഇത് 30,000 രൂപ മുതൽ മുകളിലേക്കുണ്ട്. ഈ 40 ലിറ്ററിൻ്റെ അതിന് 1,75,000 രൂപ വരും. കുഞ്ഞ് ബേക്കറിയൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെറിയ സാധനം മതിയോ? അല്ല, അത് പോരാ. മിനിമം ഇതെങ്കിലും, ചെറിയൊരു ബേക്കറിക്കാണെങ്കിൽ മിനിമം ഇതെങ്കിലും വേണം. ആ, ഇത് എത്ര ലിറ്ററിൻ്റെ? 20 ലിറ്ററിൻ്റെ. അതെ, ഇത് 60 ലിറ്റർ കപ്പാസിറ്റിയാണ് തന്നെ. ഇത് കേക്കിന് മിക്സ് ചെയ്യാൻ തന്നെയാണ്. കേക്ക്, ബിസ്ക്കറ്റ്, അതേപോലുള്ള എല്ലാ സാധനങ്ങളും ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഗ്രില്ല്. അതെ അതെ. ഇതിനെന്താ പറയുക? എഗ് ബീറ്റർ. ആ, ഇത് മറ്റേതിനേക്കാളും ഒരുപാട് വലുതാണ്. അതെ, ഹെവിയാണ് മെഷീൻ. ഇത് ഈ കമ്പനി 2 കൊല്ലം ഇതിന് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് മെഷീന്. എവർ ബേക്ക്, ഡൽഹിയിൽ നിന്ന് വരുന്നതാണ്. ഈ ബീറ്റർ വെച്ചാണ് നമ്മൾ ബിസ്ക്കറ്റിനെല്ലാം മിക്സ് ചെയ്യണത്. 60 ലിറ്റർ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം ഒരു 30 കിലോ കേക്ക് അടിക്കാൻ പറ്റും ഇതിനകത്ത്. ഇത് ഇറ്റാലിയയുടെ 60 ലിറ്റർ കപ്പാസിറ്റിയാണ്. ഇതെല്ലാം അതിൻ്റെ ചെറിയ ചെറിയ കപ്പാസിറ്റി തന്നെ. ഇത് സ്പാർ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് വരണത്. ഇത് ഇറ്റാലിയയുടെ തന്നെ 40 ലിറ്റർ കപ്പാസിറ്റി. ഇത് 30 ലിറ്റർ കപ്പാസിറ്റി. ഇത് മംഗൾ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ മെഷീനാണ്. ഇത് ബെൽഗാമിയിൽ നിന്ന് വരണതാണ്. കേരളത്തിലുള്ള ഒരു 99% ബേക്കറീസുകാർ ഉപയോഗിക്കുന്ന മെഷീൻ ഇതാണ്. പ്രൈസ് വൈസും വളരെ ചീപ്പാണ്. ഇന്ത്യൻ മെയ്ഡാണ്. ഈ മെഷീൻ മൈദ കുഴയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കേക്ക് മിക്സ് ചെയ്യാനും ബിസ്ക്കറ്റ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിസ്ക്കറ്റൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ടൈപ്പ് ബീറ്റർ ആയിരിക്കും ഉപയോഗിക്കുക. അതായത് ഫ്ലാറ്റ് ബീറ്ററാണ് ഉപയോഗിക്കുക. നമ്മൾ കേക്കൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലത്തുള്ള സംഭവമായിരിക്കും ഉപയോഗിക്കുക. ഇതെത്ര പ്രൈസ് വരുന്നുണ്ട്? ഇത് 95,000 വരും. ഇത് 80,000 വരും. അത്രേ ഉള്ളൂ. ചീപ്പാണ്. ഇത് മൈദ കുഴയ്ക്കാനുള്ള മെഷീൻ, ഹൈ സ്പീഡ് മെഷീനാണ്. 100 കിലോ പൊടിയിട്ട് കുഴയ്ക്കണം. ഇത് ബ്രെഡ് കമ്പനിക്കാർ കൊണ്ടുപോകുന്ന മെഷീനാണിത്. ചപ്പാത്തി, പൊറോട്ട, അങ്ങനത്തെ സംഭവങ്ങൾ എല്ലാ സാധനവും ചെയ്യാൻ പറ്റും. അതെ. ഇത് എത്ര റേറ്റ് വരുന്നുണ്ട്? ഇതിന് 5.5 ലക്ഷം രൂപ വരും. 5 ലക്ഷം. അതെ അതെ. 2 കൊല്ലം ഗ്യാരണ്ടി ഉണ്ട് ഇതിന്. ആ, മെയിനായിട്ട് ബ്രെഡ് കമ്പനിയാണ് അത് കൊണ്ടുപോകണം. ഇതാണ് ഹോട്ടലുകാരും മറ്റുള്ളവരും കൊണ്ടുപോകണം. ഈ കപ്പാസിറ്റിയുള്ള മെഷീനാണ് കൊണ്ടുപോകണം. ഇത് 45 കിലോ പൊടി അറ്റ് എ ടൈം ഇടാൻ പറ്റും. ചപ്പാത്തിക്ക്, ബ്രെഡിന്, പൂരി, അതേപോലെ എല്ലാ സാധനങ്ങളും ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ സ്ലോ സ്പീഡിലാണ്. അതിൽ സ്പീഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് ഫാസ്റ്റ് ആവും. ലൈറ്റൊക്കെ വരും. നല്ലൊരു ബെയറിംഗ് സിസ്റ്റമാണ് ഇതിൽ. ടൈം വേണം, അത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലേക്കും വർക്കാക്കാം. ഇനിയിപ്പോൾ ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടും വേണമെങ്കിൽ തിരിക്കാം. പിന്നെ ഇതിൽ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ഐറ്റത്തിന് ഇത്ര മിനിറ്റ് എന്നുണ്ട്. ആ മിനിറ്റ് ആകുമ്പോൾ തന്നെ ഓഫ് ആവും. അപ്പോൾ എപ്പോഴും നമ്മുടെ പ്രോഡക്റ്റ് ഒരേ ഈവൺ സ്റ്റെബിലിറ്റി ആയിരിക്കും. 2 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് സ്പീഡാവും. അപ്പോഴേക്ക് വെള്ളവും മൈദയും എല്ലാം ഒന്ന് മെല്ലെ മിക്സ് ആവും. അല്ലെങ്കിൽ ഫുള്ള് ഇവിടേക്ക് സ്പ്രെഡ് ആവുമല്ലോ ഫ്ലവറൊക്കെ. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും ചെറിയ ഓവൺ. ഇതിനകത്ത് അറ്റ് എ ടൈം 6 കേക്ക് ചെയ്യാൻ പറ്റും. കേക്ക് ബേക്ക് ചെയ്യുന്ന ഓവണാണ്. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്. 100 ഗ്രാം ഗ്യാസ് 1 മണിക്കൂറിൽ ചിലവ് വരുള്ളൂ ഇതിന്. ഇറ്റാലിയ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ഇത് ഞങ്ങൾ തൈവാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണതാണ്. ഇത് 1 ഇയർ ഗ്യാരണ്ടി ഇതിനും കൊടുക്കുന്നുണ്ട് നമ്മൾ. ഇത് അതിനേക്കാട്ടിലും വലിയ ഓവണാണ്. അതിൻ്റെ അടുത്ത സൈസാണ്. ഇത് 12 കേക്ക് അറ്റ് എ ടൈം ചെയ്യാൻ പറ്റും. ഒരു 54 കേക്ക്സ് അറ്റ് എ ടൈം ചെയ്യാൻ പറ്റും. ഇത് വലിയ ബേക്കറീസ് കൊണ്ടുപോകണയാണ്. ഇത് കേക്കിനാണ് ഡെക്ക് ഓവൺ സാധാരണഗതിയിൽ കൂടുതലും നമുക്ക് പോണത്. 3 ഡെക്ക് ഉണ്ടാവും. ഫുള്ളി SS ആണ്. അല്ല, എല്ലാം ബേക്ക് ചെയ്യണ എല്ലാ സാധനങ്ങളും ചെയ്യാൻ പറ്റും. പപ്സ് ആണെങ്കിലും ബ്രെഡ് ആണെങ്കിലും ബണ്ണാണെങ്കിലും ബിസ്ക്കറ്റ് ആണെങ്കിലും എല്ലാം ചെയ്യാനത്. ഇതിന് 3,60,000 രൂപ വരും. ഈ ചെറിയ മോഡലിനാണെങ്കിൽ 65,000 രൂപയും GST ആണ് വരുന്നത്. ഇതാണെങ്കിൽ 95,000 GSTയും വരും. ഇപ്പം നമ്മളൊരു പുതിയൊരാൾ ഒരു കുഞ്ഞ് ബേക്കറി ഉണ്ടാക്കാനായിട്ട് മേക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ അവർക്ക് വേണ്ട എന്തൊക്കെ എക്യുപ്മെന്റ്? ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡൊമസ്റ്റിക് യൂസിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം മെയ്ഡ് കേക്ക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓവണും സാധാരണ രീതിയിൽ കൊടുക്കുന്നത്. അവർക്കാണെങ്കിൽ ഈ ഓവണും ഇതേപോലത്തെ ഒരു മിക്സ്ചറും ഉണ്ടെങ്കിൽ അത് മതി. അപ്രോക്സിമേറ്റ് ഒരു 2 ലക്ഷം രൂപ വരും രണ്ടും കൂടി വരുമ്പം. ഇത് ഞങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രോഡക്റ്റാണ്. ഇത് മെമ്മറി ഉള്ള ഗ്യാസിൻ്റെ ഡെക്ക് ഓവണാണ്. ഇതിൻ്റെ അകത്ത് സ്റ്റോൺ മോഡലാണ്. ഇത് സാധാരണ നമ്മുടെ നാടൻ
ചിരട്ടക്കൂട്ടിൽ ഇറങ്ങുന്ന സാധനം പോലെ ഇത് കിട്ടും. ചൂട് നിൽക്കുകയും ചെയ്യും. ഇത് ലാവ സ്റ്റോണാണിത്. ഇതിനകത്ത് മെമ്മറി ഒരു 16 ഐറ്റത്തിൻ്റെ മെമ്മറി ഇതിനകത്ത് സ്റ്റോർ ചെയ്യാം. ടെമ്പറേച്ചറും ടൈമും അതിനകത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ എല്ലാ ദിവസവും ഒരേ പ്രോഡക്റ്റ് ഒരേ കളറിലുള്ള പ്രോഡക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. 3 ഡക്കാണ്. അതെ അതെ. ഈ സ്റ്റോൺ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഇവിടെ ഫുൾ വൈറ്റ് ആണ്. നമ്മൾ മറ്റേത് കണ്ട പോലെയല്ല. നമുക്കൊരു കല്ല്, ഇത് കല്ലല്ലേ? കല്ല്. മാക്സിമം നമുക്ക് ബേക്കിംഗ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 300 ഡിഗ്രി മതി. ഇത് 1000 ഡിഗ്രി വിസ്റ്റാൻഡ് ചെയ്യും. ഇതിൻ്റെ എല്ലാ സ്പെയറും എല്ലാം അവൈലബിൾ ആണ് ഇവിടെ നമുക്ക്. ഇത് എത്ര റേറ്റ് വരുന്നുണ്ട്? ഇതിന് 6.5 ലക്ഷം രൂപ വരും. ഇവിടെ നമ്മൾ ഈ സാധനം എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് ഫിറ്റ് ചെയ്ത് പ്രൊഡക്ഷൻ എടുത്ത് കാണിച്ചു കൊടുക്കും. നമ്മുടെ ടെക്നീഷ്യൻ അവിടെ നിന്ന് പ്രൊഡക്ഷൻ എടുത്ത് കാണിച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും പെട്ടെന്ന് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര സമയത്തിനുള്ളിൽ ഇവിടുത്തെ ഒരു 3 ഡിസ്ട്രിക്റ്റിനുള്ളിലാണെങ്കിൽ നമുക്കൊരു 5 മണിക്കൂറിനകം ചെയ്ത് കൊടുക്കാം. തലശ്ശേരിയിൽ ഞങ്ങൾക്ക് സർവീസ് സെൻ്റർ ഉണ്ട്, ട്രിവാൻഡ്രത്തും സർവീസ് സെൻ്റർ ഉണ്ട്. അത് അവിടുന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും സർവീസ്. മാക്സിമം 12 അവേഴ്സിൽ ഞങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും പ്രോബ്ലംസ്. നമുക്കിപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കേരളത്തിന് പുറത്തുള്ള ആർക്കെങ്കിലും ഈ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാം. കുഴപ്പമില്ല. നമ്മൾ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കും. അവരൊന്ന് എടുക്കുമോ? അല്ല, നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന കേരളത്തിൽ നിന്ന് പുറത്തുള്ള ആർക്കെങ്കിലും ഈ പ്രൊഡക്ട്സുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ അവിടെ കൊണ്ടുവന്ന് എത്തിച്ചേരുന്നതാണ് പറയുന്നത്. അതെ അതെ അതെ. ഇതുപോലെയുള്ള കേക്കുകൾ ബേക്ക് ചെയ്തെടുക്കുന്ന ഡെക്കോ ഓവനാണിത്. അപ്പോൾ ഇതിൽ 3 സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ 2 സെക്ഷൻ ഓപ്പൺ ആണ്. അതും കൂടി തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഈ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് ഷെഫിനോട് തന്നെ ചോദിക്കാം. ഇത് ഡെക്കോ ഓവൻ. ഇതിൽ നമ്മൾ കംപ്ലീറ്റ് കേക്ക്സുകൾ ബേസൊക്കെ ബേക്ക് ചെയ്യാനായിട്ട് കേക്കുകളൊക്കെ ഇതിലാണ് നമ്മൾ ചെയ്യണത്. ഇത് നമ്മുടെ റിച്ച് ക്യാരറ്റ് കേക്ക് നല്ല സ്മൂത്തായിരിക്കും, സോഫ്റ്റായിരിക്കും. ഇത് ബ്രിട്ടീഷ് കേക്ക്, ബ്രിട്ടീഷ് മാർബിൾ കേക്ക് പോലെ തന്നെ മാർബിൾ കേക്കിനെക്കാട്ടിയും ഭയങ്കര സോഫ്റ്റായിരിക്കും ബ്രിട്ടീഷ് കേക്ക്. ഇത് പൈനാപ്പിൾ കേക്ക്. കേക്കുകൾ കംപ്ലീറ്റ് ഇതിലാണ് ബേക്ക് ചെയ്യുക. ഗ്യാസിലാണ് വർക്കാവണത്. ക്രീമി ടാർട്ടാണ് ഇരിക്കുന്നത്. ചിക്കൻ ക്രീമി ടാർട്ട്. കേക്കുകൾക്ക് മേലെ ഇടുന്ന ക്രംസ്, റഷ്യൻ ഹണിയുടെ ക്രംസാണത്. അത് റോസ്റ്റ് ചെയ്തിട്ട് പൗഡർ മേലെ ഇടും. നല്ല സ്ട്രോങ് മെഷീനാണ്. നല്ല സ്ട്രോങ്ങാണ് സംഭവം. ഇതായാലും നല്ല ഹെവിയാണ്. ഇത് ബ്രെഡ് കട്ട് ചെയ്യുന്ന മെഷീനാണ്. ബേക്ക് ചെയ്ത പ്രോഡക്റ്റ് ഇതിനകത്ത് വെച്ച് ബ്രെഡ് കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീനാണ്. ഇതിനകത്ത് ഹോട്ട് ബ്രെഡ് സ്ലൈസ് ചെയ്യാൻ പറ്റും. ബ്രെഡ് മാത്രം കട്ട് ചെയ്യാൻ, ബ്രെഡും റസ്ക്കും കട്ട് ചെയ്യാം, കേക്കും കട്ട് ചെയ്യാം. നമുക്ക് സൈസിൽ വ്യത്യാസം വരുന്നത്. തിക്നെസ് ഡിഫറെൻറ്റ് തിക്നെസ്സിൽ അവൈലബിൾ ആണ്. വലിയ ബ്രെഡ് ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, അത് പ്രോപ്പറായി കട്ട് ചെയ്തെടുക്കണ്ടേ ഈവൻ ഷേപ്പിൽ. അപ്പോൾ അതിൻ്റെ ഒരു മെഷീൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. കൂടെ രാജീവൻ ചേട്ടനുണ്ട്. ചേട്ടനെ ചോദിക്കാം ഈ മെഷീൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്. നമുക്ക് ബ്രെഡ് കട്ട് ചെയ്യാം, ഡസ്ക് കട്ട് ചെയ്യാം. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫാസ്റ്റായിട്ട് ബ്രെഡ് ഇതൊക്കെ കട്ട് ചെയ്യാൻ പറ്റും. അതിന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഒന്ന് കാണിച്ചു. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം ഇതെല്ലാം ഈവൻ ഷേപ്പാണ്, ഒരേപോലെ ഉണ്ടാവും, ഒന്നും ഒരു വ്യത്യാസം അറിയില്ല. അപ്പോൾ അതാണ് ഈ മെഷീൻ്റെ പ്രത്യേകത. അപ്പോൾ ചേട്ടാ, ഞാൻ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. ഈ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ ഡിസ്കൗണ്ട് കൊടുക്കും? തീർച്ചയായിട്ടും കൊടുക്കും. അപ്പോൾ പ്രത്യേക ഒരു ഓഫറും കൂടി ഉണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് ഇങ്ങോട്ട് വിളിക്കുന്നവർക്ക് പ്രത്യേക ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. അതായത് പുതിയ സംരംഭകർക്ക് അതൊരു നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്ത് ആവശ്യത്തിനുണ്ടെങ്കിലും നമ്മൾ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇവിടെ ആരെങ്കിലും അവൈലബിൾ ആയിരിക്കും. പിന്നെ സർവീസും പ്രൊവൈഡ് ചെയ്യും. 1 ഇയർ ഗ്യാരണ്ടി സർവീസ് പ്രൊവൈഡ് ചെയ്യും. അത് കഴിഞ്ഞാലും ലൈഫ് ലോങ് സർവീസ് കിട്ടും. മിഷൻ അവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഞങ്ങളുടെ സർവീസ് ഉണ്ടാവും. അവൈലബിൾ ആണ്. അത് നല്ലൊരു ഓപ്ഷൻ കേട്ടോ. നമുക്ക് ലൈഫ് ലോങ് സർവീസും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടത് താഴത്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ബൈ.